ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ പതിവില്ലാത്തൊരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ദേ നോക്കിയേ, അമ്പലത്തിന് ചുറ്റാകെ എണ്ണമറ്റ ചെരുപ്പുകൾ, അതായത് ചെരുപ്പിന്റെ ഒരു മാലിന്യ കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു. മുൻ വർഷങ്ങളിലൊന്നും കാണാത്തൊരു കാഴ്ചയാണ് ഇത്തവണ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കാണാനായത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ആറ്റുകാൽ ട്രസ്റ്റ് അധികൃതരോട് അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിലെ ഒരു ഗുട്ടൻസ് അറിയാൻ കഴിഞ്ഞത്. മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ അമ്പലത്തിൽ നിന്ന് ഇത്തവണ ചെരുപ്പ് മോഷണം വ്യാപകമായിരുന്നു എന്നറിയാൻ കഴിയുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ സംഭവമാണെങ്കിൽ ഇക്കുറി വ്യാപകമായിട്ട് അമ്പലത്തിനകത്ത് ചെരുപ്പ് മോഷണം, അതായത് ഭക്തൻ ഇട്ടുകൊണ്ട് വരുന്ന നല്ല ചെരുപ്പിനെ ആരോ വന്ന് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരസഭാ ഭരണം മാറിയപ്പോൾ സകല ഇടങ്ങളിലും സംഘികൾ കൂടുതലായി പ്രവേശിച്ചു. സംഘികൾ പ്രവേശിച്ചതിന്റെ അവസ്ഥയാണ് ദേ ഈ കാണുന്നത്. സംഘികളുടെ വീട്ടിൽ കിടന്ന സകലമാന ചെരുപ്പും കൊണ്ടുവന്ന് ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ട് നാട്ടുകാരുടെ ചെരുപ്പ് എടുത്തിട്ടുകൊണ്ട് പോയിരിക്കുന്ന ഒരവസ്ഥ നോക്കണേ. ഭക്ത കുചേലന്മാർ. മുൻ വർഷങ്ങളിലൊക്കെ ചെരുപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇത്തവണ പതിവിന് വിപരീതമായി മറ്റൊരു കാഴ്ച കൂടി. അതായത് ക്ഷേത്രത്തിൽ വന്നവരുടെ ചെരുപ്പ് വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് കൊണ്ട് മഴ പെയ്തപ്പോൾ ഒഴുകി നേരെ കിള്ളിയാറ് വഴി അറബിക്കടലിലെത്തി. അതും പോരാഞ്ഞിട്ടാണ് ബാക്കി വന്ന ഭക്തരുടെ ചെരുപ്പുകൾ പല ശാഖകളിലൂടെ സംഘികളുടെ വീട്ടിലെത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇത്രയും കാലം മികച്ച ചെരുപ്പിടാത്ത സംഘികൾ ഇപ്പോ ചിലരൊക്കെ ബ്രാൻഡഡ് ചെരുപ്പുകൾ ഇട്ട് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യം വീട്ടിൽ കിടന്ന ബ്ലേഡ് സ്ലിപ്പറുകൾ വരെ നേരെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ പരിസരത്തിട്ടിട്ട് അവിടെ കിടന്ന മികച്ച വില കൂടിയ ചെരുപ്പുകളെല്ലാം സംഘികൾ നൈസിന് എടുത്തുകൊണ്ട് പോയി. കാര്യം ഇപ്പോ ഞങ്ങളാണല്ലോ കോർപ്പറേഷൻ ഭരിക്കുന്നത്. കോർപ്പറേഷന്റെ ഭരണ സ്വാധീനം വെച്ച് അമ്പലത്തിനകത്തൊക്കെ കയറി നിറങ്ങിയതിന് ശേഷം അവിടെ വന്ന ഭക്തരുടെ ചെരുപ്പും കൂടും കുടുക്കയെല്ലാം പൊക്കിക്കൊണ്ട് പോയതിന് പിന്നിൽ സംഘികളും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ട്രസ്റ്റ് അധികൃതർ പറയുന്നത് ചെരുപ്പ് മോഷണം വ്യാപകമാണെങ്കിൽ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ അമ്പലത്തിനകത്തൊന്നും അധികം പ്രവേശിക്കാറില്ല. പക്ഷേ സംഘികൾ കൂട്ടത്തോടെ വന്നപ്പോ ഇങ്ങനൊരു ദൃശ്യം അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും 3 മാസം കൊണ്ട് കോർപ്പറേഷന്റെ ഒരു ഭരണ മികവായിട്ട് വേണം കാണാൻ. ഈ കാഴ്ച കണ്ടിട്ട് തലസ്ഥാന നഗരത്തിലുള്ളവർ ചിന്തിക്കേണ്ടതാണ്. വെറും ഒരു പൊങ്കാലയ്ക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നഗരസഭയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കൂടും കുടുക്കിയടക്കം സംഘികൾ കൊണ്ടുപോകുമെന്നതിന്റെ നേർസാക്ഷ്യവും ഒപ്പം തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ അനാഥമായി കിടക്കുന്ന ചെരുപ്പുകൾ. പലരും ചെരുപ്പും കൊണ്ട് വന്നിട്ട് അവിടെ മണിക്കൂറുകൾ തപ്പിയതിന് ശേഷം കളഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥയെത്തി. എന്തുകൊണ്ട്? അവരുടെ ചെരുപ്പ് കിട്ടണ്ടേ? അത് കിട്ടൂ? എങ്ങനെ കിട്ടും? അതെല്ലാം കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയില്ലേ? ഇതായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ നടന്ന മറ്റൊരു ബ്ലൂ പ്രിന്റ് വികസനം.